ഇത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് അപ്പം ഉണ്ടാക്കുന്ന രീതി നോക്കാം. ഈ അപ്പം റെഡി ആക്കിയിട്ട് എടുക്കുന്നത് ഗോതമ്പ് പൊടി മുട്ടയൊക്കെ ചേർത്തിട്ടാണ് ഈ അപ്പം ഉണ്ടാക്കുന്നത്. ഈ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കും. പിന്നെ ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഫില്ലിംഗ് ആയിട്ട് ചോക്ലേറ്റും തേങ്ങയാണ് വെക്കുന്നത്. ഈ അപ്പത്തിന്റെ കൂടെ ഈ ഫില്ലിങ്ങും ഇതെല്ലാം കൂടിയിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ എന്തായിരുന്നാലും നല്ല ഇഷ്ടമായിരിക്കും. പിന്നെ അമ്മമാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് തന്നെ റെഡി ആക്കിയിട്ട് എടുക്കാനും പറ്റും. അപ്പൊ നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കാണ്. ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ ഞാനിവിടെ ഇതേപോലത്തെ നമ്മൾ ചായ കുടിക്കാൻ എടുക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, ഈ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ചേർക്കാം, അല്ലെങ്കിൽ മൈദപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ മൈദപ്പൊടിയും ചേർത്തിട്ട് ഇത് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. മൈദപ്പൊടി ആകുമ്പോൾ കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഗോതമ്പ് പൊടിയും കൂടി ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം പൊടി. പിന്നെ പാല് വേണം. പാല് നമ്മൾ ഗോതമ്പ് പൊടി എടുത്തേക്കണ ആ സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് പാലെടുക്കുക. പിന്നെ ഒരു മുട്ട വേണം. പിന്നെ പഞ്ചസാര ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ പഞ്ചസാര നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഇനി അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ബേക്കിംഗ് പൗഡറും ചേർക്കണം. ബേക്കിംഗ് പൗഡർ 1.5 ടീസ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ ബേക്കിംഗ് പൗഡർ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ ഡേറ്റ് നോക്കണം കേട്ടോ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പം ഒട്ടും സോഫ്റ്റ് ആയിട്ട് വരില്ല. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് ഇതിന്റെ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് കറക്കിയിട്ട് എടുക്കുക. അതിന് വേണ്ടിയിട്ട് മിക്സിയിൽ ജാർ എടുക്കുക. ഇതിലേക്ക് ഒരു ഗ്ലാസ് പാല് ചേർക്കുക. അതിപ്പോൾ തിളപ്പിച്ച പാലായിരുന്നാലും കുഴപ്പമില്ല, തിളപ്പിക്കാത്ത പാലായിരുന്നാലും കുഴപ്പമില്ല. ഇതിലേക്ക് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി ചേർക്കുക. ഒരു മുട്ട ചേർക്കാം. മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ മധുരം അത്രയ്ക്ക് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്താലും മതി. പിന്നെ ഇതിലേക്ക് ഉപ്പും ചേർക്കണം കേട്ടോ, അത് ഞാൻ പറയാൻ വേണ്ടിയിട്ട് മറന്നുപോയി. ഉപ്പ് ഞാനിതിലേക്ക് ചേർക്കുന്നത് ടേബിൾ സ്പൂണിലല്ല ചേർക്കുന്നത്. ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർക്കാം. ബേക്കിംഗ് സോഡ ചേർക്കരുത്, ബേക്കിംഗ് പൗഡർ തന്നെ ചേർക്കണം. 1.5 ടീസ്പൂൺ ചേർക്കാം. ഇത് 1 ടീസ്പൂണാണ്, 1/2 ടീസ്പൂൺ കൂടി ചേർക്കാം. ഇത് ചേർക്കണം. ഇത് ചേർത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പം ഒട്ടും സോഫ്റ്റ് ആയിട്ട് വരില്ല കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് കറക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം. ഇതിലേക്ക് നിങ്ങൾക്ക് പശുമ്പാല് ചേർക്കാണ്ട് തേങ്ങാപ്പാല് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ അപ്പം ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് നീക്കി വയ്ക്കാം. ഇതിലേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. അത് തേങ്ങ എടുക്കണതിന് അത്രയ്ക്ക് കറക്റ്റായിട്ടൊരു അളവില്ല കേട്ടോ. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എടുക്കാം. ചിലവർക്ക് ഫില്ലിംഗ് ആയിട്ട് ചിലപ്പോൾ കുറേ തേങ്ങ വെക്കേണ്ടി വരും. അപ്പം അതനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാരയും ചേർക്കണം. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി കണ്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ പഞ്ചസാര ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഏലക്കായ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കുറച്ച് ഏലക്കായ പൊടിച്ചതും ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇപ്പം ഇതാണ് നീക്കി വയ്ക്കാം. ഇനി അപ്പത്തിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിംഗ് ആയിട്ട് തേങ്ങയും വെക്കുന്നുണ്ട്, ചോക്ലേറ്റും വെക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ചോക്ലേറ്റ് എടുക്കാം കേട്ടോ. ഞാനിവിടെ ഇതേപോലത്തെ ഇങ്ങനെ ചോക്ലേറ്റ് ചിപ്പാണ് എടുത്തേക്കുന്നത്. ഇത് ഞാനിവിടെ ഒരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇനി ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റാക്കിയിട്ട് എടുക്കുമ്പോൾ ഇപ്പോൾ 100 ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ പാലും ചേർക്കണം.
എന്നാൽ മാത്രമേ ഈ ചോക്ലേറ്റ് കുറച്ചിങ്ങനെ ഒരു വെള്ളം പോലെ ഇരിക്കുള്ളൂ. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് ചോക്ലേറ്റ് ചേർക്കാം. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് മെൽറ്റായിട്ടുണ്ട്. ഞാനിവിടെ തീ നന്നായിട്ട് കുറച്ച് വെച്ചേക്കാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും 2 ടേബിൾ സ്പൂൺ പാലും ചേർക്കണം. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. ബട്ടർ ഇതിനകത്ത് മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാല് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ പാല് ചേർക്കാം. അപ്പോൾ കുറച്ചും കൂടി ഒരു വെള്ളം പോലെ ഇരിക്കും. ഈ ചോക്ലേറ്റ് ഈ മിക്സിൽ നന്നായിട്ട് മിക്സ് ആവണം. കൊക്കോ പൗഡർ ചേർക്കണ്ട കേട്ടോ. കൊക്കോ പൗഡർ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു കൈപ്രസ് ഉണ്ടാവും. ഇപ്പോൾ ചോക്ലേറ്റ് ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യും. എങ്ങാനും നിങ്ങൾ ഇത് റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പോൾ അപ്പം ഉണ്ടാക്കി നമ്മൾ അപ്പത്തിൻ്റെ ഉള്ളിലേക്ക് ഇത് ഫില്ലിങ് വയ്ക്കുന്ന സമയത്ത് ഇതെങ്ങാനും കട്ട പോലെ ആയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടിയും പതുക്കെ ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി. ഭയങ്കര തിക്കായിട്ട് ഇരിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് കുറച്ചും കൂടി പാല് ചേർത്ത് വെക്കാൻ മതി. ഇപ്പോൾ തന്നെ നമ്മൾ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണല്ലോ. അപ്പോൾ ഇതെന്തായാലും ഇരുന്നിട്ട് പിന്നെ കട്ടയായിട്ട് വരില്ല. അപ്പോൾ നമ്മൾ എടുത്തേക്കണ അത്രയ്ക്ക് മാവ് വെച്ചിട്ട് നമുക്കൊരു 4 അല്ലെങ്കിൽ ഒരു 5 അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് നമ്മൾ ഉണ്ടാക്കണം അപ്പത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടിരിക്കും. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് റെഡിയാക്കിയിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചോക്ലേറ്റും പിന്നെ തേങ്ങയുടെ ഫില്ലിങ്ങും വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടിട്ട് ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർക്കാം. ഈ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കണം. അല്ലെങ്കിൽ ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകട്ടെ. തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക. പാൻ അത്യാവശ്യം നല്ല ചൂടുണ്ടാവുകയും വേണം. ഇതിലേക്ക് കുറേശ്ശെ മാവായിട്ട് ഒഴിക്കുക. അത് നമുക്ക് എന്തോരം വലിപ്പം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള അപ്പം റെഡിയാക്കിയിട്ട് ഇടുക. തീ പതുക്കെ കുറച്ച് വെച്ചാൽ അല്ലെങ്കിൽ അടിഭാഗം കണ്ട് കരിഞ്ഞു പോകും. ഇത് മൂടി വയ്ക്കുക. അപ്പോൾ വലിയ ബർണറൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറച്ച് വെക്കണം. ഇടയ്ക്ക് നിങ്ങളൊന്ന് തുറന്നു നോക്കിക്കോ. അതൊന്നും ആയിട്ടില്ല. ഇത് കുറേ നേരം ഇട്ടിട്ട് മുരിക്കണ്ട കേട്ടോ. ഇങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ സോഫ്റ്റ്നെസ് അങ്ങ് പോകും. നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ചേർക്കാം. അപ്പോൾ ഇവിടെ സൈഡിൽ നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ട് കൊമ്പളകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് കൊമ്പളകൾ വരണം. അത് പെട്ടെന്ന് തിരക്ക് പിടിക്കണ്ട കേട്ടോ. കുറച്ച് സമയം കൂടുതലെടുക്കും.
ഞാനിവിടെ ഫസ്റ്റ് 2 അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ചോക്ലേറ്റ് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ 2 അപ്പം വേണം കേട്ടോ. അപ്പോൾ ഈ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ചോക്ലേറ്റ് വെക്കണം. ചോക്ലേറ്റ് നിങ്ങൾ ചോക്ലേറ്റ് എടുക്കുമ്പോൾ ചോക്ലേറ്റ് കട്ടയായി പോയിട്ടുണ്ടെങ്കിൽ രണ്ടാമതൊന്ന് ചൂടാക്കേണ്ടി വരും. കാരണം നമ്മളിപ്പോൾ ചോക്ലേറ്റ് മെൽറ്റാക്കി വെച്ചിട്ട് പിന്നെയും കുറേ സമയം കഴിഞ്ഞിട്ടാണ് അപ്പം ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചോക്ലേറ്റ് ഇരുന്നിട്ട് തിക്കായിട്ട് വരും. ചോക്ലേറ്റൊക്കെ നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കുക. ഈ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊക്കോ പൗഡർ എടുക്കണ്ട കേട്ടോ. കാരണം കൊക്കോ പൗഡറിന് ഒരു കൈപ്രസ് ഉണ്ടാവും. ചോക്ലേറ്റ് തന്നെ ചേർക്കുന്നത് തന്നെയാണ് നല്ലത്. ചോക്ലേറ്റ് നന്നായിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് എല്ലാ അപ്പവും ഫസ്റ്റ് ഇങ്ങനെ റെഡി ആക്കിയിട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഇങ്ങനെ ഉള്ളിൽ ഫില്ലിങ് വെച്ചാൽ മതി. ഇത് കഴിക്കുമ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിൻ്റെ ഉള്ളിൽ കോക്കനട്ടും വെച്ചിട്ടുണ്ട്. ഈ മറ്റേ അപ്പം ഉണ്ടല്ലോ, ഈ അപ്പം ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. കൈ കൊണ്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ചോക്ലേറ്റ് അപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയില്ലേ? അതേപോലെ തന്നെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. ഈ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. നമ്മൾ കേക്കൊക്കെ കഴിക്കില്ലേ, അതേപോലെയാണ് ഇരിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.